ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ അമീറുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദോഹയിലെ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ചു. ഖത്തർ സഹോദര രാഷ്ട്രം ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള അതിക്രമത്തെ അപലപിക്കുന്നുവെന്നും മോദി അറിയിച്ചു. ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും പരമാധികാരത്തിനേറ്റ കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്നും ഖത്തർ ശൂറ കൌൺസിലും വ്യക്തമാക്കി. UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഇന്ത്യ അമീറുമായി സംസാരിച്ചുവെന്ന് അറിയുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ ഇന്നലെ മുതൽ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ പ്രതികരണം വരുന്നത് എന്നത്. ഖത്തറിൽ ഇപ്പോൾ എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത്? ഒപ്പം തന്നെ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരും വിഷയത്തിൽ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ അപലപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നായി ഖത്തർ അമീറിനെ ബന്ധപ്പെടുകയും അവരുടെ ഐക്യദാർഢ്യം ഖത്തറിനെ അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ടോടുകൂടെ ഖത്തർ അമീറിനെ വിളിക്കുന്നത്. ഖത്തർ അമീറിനെ വിളിക്കുന്ന കാര്യം നരേന്ദ്രമോദി തന്നെയാണ് ട്വിറ്ററിൽ പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് ഭീകരവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും ഇന്ത്യ തള്ളുന്നു. ഖത്തർ ഒരു ബ്രദർലി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദര രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള ഏതൊരു തരത്തിലുള്ള കടന്നുകയറ്റവും അംഗീകരിക്കാനാകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യയും ഖത്തറും നമുക്കറിയാം വളരെ കാലമായി ഏറെ സൗഹൃദം സൂക്ഷിക്കുന്ന വലിയ ഉഭയകക്ഷി വ്യാപാരമുള്ള രാജ്യങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറും തമ്മിൽ ഈയിടെയായിട്ട് മാത്രം 2 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതോടുകൂടെ തന്നെ വലിയൊരു എക്സ്പാർട്ടൈൽ, ഒരു പ്രവാസി സമൂഹം ഇവിടെ ഖത്തറിൽ ജീവിക്കുന്നുണ്ട്. അതിൽ വലിയൊരു അളവും ഇന്ത്യക്കാരാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സംസാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ എംബസിയുമായും അതുപോലെ ഒക്കെ ബന്ധപ്പെട്ട് ഇവിടുത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ ഇന്ത്യ വിലയിരുത്തുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൽ ഈ ഫോൺ സംഭാഷണങ്ങളുമായി സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വേളയിൽ വളരെ പ്രധാനമായിട്ട് നമുക്കിന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, ഇന്ന് UAE-യിൽ നിന്ന് ഒരു ഉന്നത തല പ്രതിനിധി സംഘം ഖത്തറിലെത്തി എന്നുള്ളതാണ്. ഒരുപാട് ഇന്നലെ ഖത്തർ പ്രധാനമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു പോയിന്റ്, മേഖലയിലെ രാഷ്ട്രങ്ങൾ ഒത്തുചേർന്ന് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര ബോഡികളിൽ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങളും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് അമീറുമായി സംസാരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അബ്ബാസാണ് വിശദാംശങ്ങൾ നൽകിയത്.